താത്തയുടെ ഒരു വീഡിയോ കണ്ടു. താത്തയുടെ ഡ്രസ്സുകൾ ഇങ്ങനെ ആൾക്കാർക്ക് ദാനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതായത് താത്തയ്ക്ക് എന്നും ഓരോ ഡ്രസ്സ് വേണം. താത്തയ്ക്ക് ആദ്യം ഡ്രസ്സ് വാങ്ങിക്കാൻ കഴിവില്ലായിരുന്നു, ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു എന്നൊക്കെ താത്ത പറയുന്നുണ്ട്. പക്ഷെ പണ്ടൊരു വീഡിയോയിൽ താത്ത പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്തോ വായിൽ സ്വർണ്ണക്കരണ്ടി ആയിട്ട് ജനിച്ച കുടുംബത്തിലെ ആളാണ്, ആ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് എന്ന് വേറൊരു വീഡിയോയിൽ കേട്ടിരുന്നു. ഇപ്പം താത്ത പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് കല്യാണം കഴിഞ്ഞപ്പോൾ മാറി മാറി ഡ്രസ്സ് ഇടാൻ താത്തയ്ക്ക് കൊതിയായിരുന്നു, അങ്ങനെയൊന്നും നടക്കാൻ പറ്റിയിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് വേണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും. അപ്പോൾ ഈ ഒറ്റ പ്രാവശ്യം മാത്രമേ ലൈഫിൽ ഈ സ്ത്രീ പുതിയ ഡ്രസ്സ് യൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പഴയതൊന്നും ഇടൂല എന്നുള്ള പൊങ്ങച്ചാണ് പറയുന്നത്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഇത്ര വലിയ പൊങ്ങച്ചം പറയാൻ ഇവളാരാ? കൊച്ചി രാജാവിന്റെ മോളാ? അല്ല, താമരശ്ശേരി രാജാവിന്റെ മോളായിരിക്കും. താമരശ്ശേരി രാജാവിന്റെ മോളായിരിക്കാം മേ ബി. അല്ലാണ്ട് ഡെയിലി പണക്കാർ പോലും ചിലപ്പോ എന്താ പറയാ, ഈ വായിലൊക്കെ സ്വർണ്ണക്കരണ്ടി ആയിട്ട് ജനിച്ച ആളുകൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവര് പറയുന്നത്. എവിടെ പോണെങ്കിലും അന്നത്തെ ദിവസം പുതിയ ഡ്രസ്സ് ഇട്ടേ പോകുള്ളൂ എന്നുള്ളൊരു ഇതിലാണ് താത്ത നിൽക്കുന്നത്. അത്രയും സമ്പത്തുള്ളവർക്കാണ് അങ്ങനെയൊക്കെ പറയാൻ കഴിയുക. അപ്പൊ ഇന്നലെ വന്നിട്ട് ഈ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകര, അപ്പൊ ഈ തകരയാണ് ഈ വർത്താനം പറയണത്. അപ്പൊ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രമേ ഇടുള്ളൂ. അത് കഴിഞ്ഞാൽ താത്ത അത് ഇടൂല. അപ്പൊ ഈ ഡ്രസ്സുകൾ പലർക്കും കൊടുക്കാമെന്നാണ് താത്തയുടെ വാഗ്ദാനം. അപ്പൊ ഇതുവരെ കൊടുത്തിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടില്ല. ഇന്നേ വരെ ഒരാൾക്ക് ഒരു സാധനവും കൊടുത്തിട്ടുള്ള ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല കേട്ടോ. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പലതവണ പല ഡ്രസ്സ് ചില ആൾക്കാർ പൊങ്ങച്ചടിക്കും. പൊങ്ങച്ചത്തിന് ഒരു കുറവും വരുത്തൂല. അതാണ് അതിന്റെ. അപ്പൊ പല വീഡിയോയിൽ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, എൻ്റെ ആ ഡ്രസ്സ് ഞാൻ ഇന്നാൾക്ക് കൊടുക്കും, പക്ഷെ കൊറിയർ ചാർജ് ഇങ്ങോട്ട് അയച്ചു തന്നാലാണ് അങ്ങോട്ട് കൊറിയർ ഈ സാധനം കൊറിയർ ചെയ്യുള്ളൂ അത്ര. അപ്പൊ ഇന്നേ വരെ ഒരാൾ ഈ ഡ്രസ്സുകൾ വാങ്ങിക്കാൻ വന്നതോ അതിൻ്റെ ഒരു വീഡിയോയോ കണ്ടിട്ടില്ല. അപ്പൊ ഇവരുടെ ഏതോ ഒരു ബർത്ത്ഡേക്ക് ഇവർക്കിടെ ഒരു കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ച ഒരു ഉടുപ്പുണ്ടായിരുന്നു. അപ്പൊ ആ ഉടുപ്പ് ആ പെൺകുട്ടിക്ക് ആവൂല, കാരണം അത്രയും ശരീരം ഇല്ലാത്തൊരു ഇതാണ്. അപ്പൊ ഉടുപ്പാണെങ്കിൽ വളരെ വലിയൊരു ഉടുപ്പാണ്. അപ്പൊ ഈ ഉടുപ്പ് ഈ കുട്ടിക്ക് ഇടണമെങ്കിൽ എന്തായാലും അത്യാവശ്യം ശരീരം വെക്കണം. അതായത് കുറച്ചും കൂടി വലുതായാലാണ് ഈ ഉടുപ്പ് പാകുള്ളൂ. അപ്പൊ അതുവരെ ഇന്നാള് ഇവർ ഇവിടിക്കടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും, ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഈ ഒരു ഉടുപ്പ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമെന്ന് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ കറക്റ്റ് ഈ ഉടുപ്പ് തന്നെ കാണിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ആ ഉടുപ്പ് കൊടുത്തിട്ടില്ല. അത് തന്നെ വീണ്ടും കൊണ്ടുവന്നിട്ട് ഇപ്പൊ കാണിച്ചിട്ട് ഇത് ആർക്കെങ്കിലും കൊടുക്കാമെന്നാണ് താത്ത പറയുന്നത്. ഇത് വെറുതെ പറയണതല്ലേ, ഇത് പൊങ്ങച്ചം പറയണതാന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ. അപ്പൊ താത്തയ്ക്ക് പിന്നെ 10,000 രൂപയുടെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. ഏകദേശം ഒരു പാവാട, ആ ഡ്രസ്സിന്റെ ഒരു പാവാടയുടെ വെയിറ്റ് എന്ന് പറയുന്നത് തന്നെ 13-14 കിലോ ആണെന്നാണ് താത്ത പറയുന്നത്. ഈ കിലോയും ചുമന്നിട്ട് താത്ത നടന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഡ്രസ്സ് ഒറ്റത്തവണ യൂസ് ചെയ്തിട്ട് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തേക്കുവാണ്. അപ്പോൾ അതാർക്കെങ്കിലും വേണമെങ്കിൽ താത്തയെ കോണ്ടാക്ട് ചെയ്താൽ താത്ത അയച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൊറിയർ ചാർജ് കോണ്ടാക്ട് ചെയ്യുന്ന ആള് കൊടുത്താലാണ് ഇവരിത് അയക്കുള്ളൂ. അപ്പൊ ഈ പഴയ ഡ്രസ്സുകൾ ഇങ്ങനെ വിതരണം ചെയ്യാം, അതും ഒരു കണ്ടന്റ് ആക്കി ചെയ്യാണ്. ഇന്നേ വരെ കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ. കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ ഇന്നേ വരെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആളുകളെ പറ്റിക്കുക എന്നുള്ള പരിപാടിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഡ്രസ്സ്, അതായത് ഇവര് വലിയൊരു എന്താ പറയാ, എല്ലാം കൊടുക്കുന്ന ഒരാളാണെന്ന് വരുത്തി പിന്നെ കുറച്ച് പൊങ്ങച്ചം, എനിക്ക് ഓരോ തവണ ഓരോ ഡ്രസ്സാണ് എന്നുള്ള രീതിയിൽ. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയാണ്. അതായത് അർദ്ധരാത്രി അർത്ഥമില്ലാത്തവന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കും, അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കും എന്നാണ് ചൊല്ലുക. അത് തന്നെ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് നമ്മുടെ താത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ
പൊങ്ങച്ചത്തിന്റെ ഭാഗമായിട്ടാണ് സുഹൃത്തുക്കളെ. അല്ലാണ്ട് ഇതൊന്നും ആത്മാർത്ഥതയോടുകൂടി ഒരാൾക്ക് ദാനം ഇത് ചെയ്യാം. ചെയ്യണമെന്ന് കൊടുക്കുന്ന ആൾക്കാർ പറയൂല. ഇരു ചെവി അറിയില്ല ഒരു സാധനം ഒരാൾക്ക് കൊടുക്കണം. എന്തെങ്കിലും എനിക്ക് ഒരാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് കൊടുത്തിരിക്കും. അല്ലാണ്ട് ഇതിനെ വിളിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അത് കൊടുക്കണവർക്ക് അവിടെ വിളിച്ചു പറഞ്ഞിട്ടല്ല നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കണം. അപ്പൊ ഈ വിളിച്ചു പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയാം എനിക്ക് ആ ഡ്രസ്സ് അങ്ങനത്തെ ഉണ്ട് എന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതായത് എനിക്ക് ഇന്ന പോലെ ഡ്രസ്സുകൾ വാങ്ങിക്കാൻ കഴിവുണ്ട്, എനിക്ക് ഓരോ പ്രാവശ്യവും ഇത്ര അധികം ഡ്രസ്സുകൾ എനിക്കുണ്ട്, സ്വർണ്ണങ്ങൾ എനിക്കുണ്ട് എന്നുള്ള. ചിലപ്പോ ഇവിളേക്കായും കൂടുതൽ സ്വർണ്ണങ്ങളുള്ള ആളുകൾ ഉണ്ടാവാം. മേ ബി അവരൊന്നും ഇമാതിരി ഒന്നുമില്ലാത്തവനും പോകുമ്പോ ഒന്നും കൊണ്ടുപോകൂല, ഉള്ളവരും കൊണ്ടുപോകൂല. ഉള്ളവരും ഒന്നും കൊണ്ടുപോകൂല, ഇല്ലാത്തവനും കൊണ്ടുപോകൂല. അപ്പൊ അതൊന്നും കണ്ടാരും പൊങ്ങണ്ട കാര്യമില്ല. ദൈവം എല്ലാവരെയും നിലത്തിടും അങ്ങനെയൊക്കെ കാണിച്ചാൽ. പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രഹസനങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലറി വിളിക്കുന്ന ഈ സ്ത്രീക്ക് ഒരു വിലയും ഇല്ല എന്നുള്ളതാണ്. സ്വയം എന്താ പറയുക, തന്നെ താഴ്ത്തുന്നു. അതായത് ഇന്നലത്തെ മഴയത്ത് എന്തോ ഒരു ഊണ് മുളച്ചു പൊങ്ങി, അത്രയേ ഉള്ളൂ. അത്രേ ഇത് ജനങ്ങൾ കണക്കാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ആ മുളച്ച കൂണ് അതുപോലെ തന്നെ താന്നും പോകും. അത്രേ ഉള്ളൂ താത്തയുടെ കാര്യം.